ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഒരുപാട് പുതിയ കാര്യങ്ങളാണ് ഹയർസിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വീഡിയോ ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സാഹചര്യം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ആണ്. എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയിരിക്കുന്നു. നമ്മളൊക്കെ ചിന്തിച്ചതിൻ്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ലീഡർമാരെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലേക്ക് നമ്മളൊന്നും വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ചേരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പ് പിന്നെയും ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ വേവലാതികളും പരിഭവവും കളവുകളും അപ്ഡേഷൻസും എല്ലാം ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ നമ്മുടെ 3100 കോടി ടേൺ ഓവറുള്ള കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് നമ്മൾ തന്നെ ഫ്രീസ് ചെയ്തതാണ്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സർക്കാരിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ആരും അടിച്ചുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ പേ ഔട്ട് നിർത്തിയത്, നമ്മുടെ പൂളിംഗം നിർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ്. അത് ചില കണക്കെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെയാണ് അത് പൂളിംഗം നിർത്തലാക്കിയത് എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് പോലീസ് നമ്മുടെ ഓഫീസ് പൂട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ പറഞ്ഞിട്ട് ഓഫീസ് പൂട്ടിയതാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ആ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചേർപ്പ് പോലീസിനോട് പറഞ്ഞിട്ട് അത് നമ്മൾ തന്നെ പൂട്ടിച്ചതാണ്. എന്തിനാണ് നമ്മുടെ വെബ്സൈറ്റ് പൂട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ ശ്രീനാം മാഡം തന്നെ പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റ് പൂട്ടിച്ചതാണ്. ഇപ്പോൾ അതുപോലെയുള്ള പുതിയൊരു ഇൻഫർമേഷൻസ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത്. ആരാണ് പുതിയ CMB ഫയൽ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ കൊടുത്തതാണ്. അതിനു മുന്നേ മറ്റൊരു കാര്യം പറയാണ്ട്, ആരാണ് നമ്മുടെ ഓഫീസ് വേറെ ആൾക്കാർക്ക് കൊടുക്കാനും അതിലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അതൊക്കെ ഓപ്ഷൻ ചെയ്ത് വിറ്റിട്ട് അതിൻ്റെ പൈസ കലക്ടർക്ക് കൊടുക്കാനും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതൊക്കെ ശ്രീനാം മാഡം പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ശ്രീനാം മാഡത്തിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് ഇന്നലെ കാണാൻ കേട്ടത്. ഇന്നലെ ലീഡർമാരുടെ ഒരു ഗ്രൂപ്പിൽ ഏതോ കാർ വാഷിംഗ് സെൻറ്റർ നടത്തുന്ന ഒരുത്തൻ പറഞ്ഞതാണ് ഈ CMB കൊടുത്തിരിക്കുന്നത് ശ്രീനാം മാഡം തന്നെയാണ്. ശ്രീനാം മാഡം പറഞ്ഞിട്ടാണ് സർക്കാർ ഈ CMB കൊടുത്തിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 തരം അക്കൗണ്ടുകളാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ ED അല്ലെങ്കിൽ കോമ്പീറ്റൻ്റ് അതോറിറ്റി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് പ്രതാപൻ്റെ അക്കൗണ്ട്, 2 ശ്രീനയുടെ അക്കൗണ്ട്, പിന്നെ കമ്പനിയുടെ അക്കൗണ്ട്, പിന്നെ ആ കുഞ്ഞുമക്കളുടെ അക്കൗണ്ട്, ഇവരുടെ അമ്മയുടെ അക്കൗണ്ടും ബാക്കി എല്ലാവരുടെ അക്കൗണ്ടുകളുണ്ട്. എന്നാലും പ്രധാനമായി പറയാനുള്ളത് ശ്രീനയുടെ അക്കൗണ്ട്, പിന്നെ പ്രതാപിൻ്റെ അക്കൗണ്ട്, പിന്നെ കുഞ്ഞുമക്കളുടെ അക്കൗണ്ട്, പിന്നെ DSCOയുടെ അക്കൗണ്ട്, ഹൈറിച്ചിൻ്റെ അക്കൗണ്ട്, അങ്ങനെ ഒട്ടുമിക്ക അക്കൗണ്ടുകളെല്ലാം തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കേസ് ജയിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ശ്രീനേൻ്റെയും പ്രതാപൻ്റെയും എതിരായിട്ടാണ് ഈ കേസുള്ളത്. അപ്പോൾ ശ്രീനേൻ്റെയും പ്രതാപൻ്റെയും മാത്രം അക്കൗണ്ടുകൾ മാത്രമേ അൺഫ്രീസ് ചെയ്ത് കിട്ടുകയുള്ളൂ. അൺഫ്രീസ് ചെയ്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കമ്പനിയുടെ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് കിട്ടണമെങ്കിൽ കമ്പനിയെ കൂടി കക്ഷി ചേർക്കണമെന്ന് ശ്രീനാ മാഡത്തിൻ്റെ നിർദ്ദേശത്തിന് പുറത്താണ് കളക്ടർ ഇതുപോലെയുള്ള ഒരു CMB ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ത് മണ്ടത്തരാണല്ലേ. അപ്പോൾ ബാരി സാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കേസ് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കളക്ടർ കളിക്കുന്ന കളിയാണ് ഇത് എന്നാണ് ബാരി സാർ. എല്ലാ സിറ്റിങ്ങുള്ള ദിവസവും മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർ വരെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ
കൃത്യമായി മനസ്സിലാക്കി, വക്കീലിനോട് കാര്യങ്ങൾ മനസ്സിലാക്കി, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം ബാരി സാർ ഇടുന്ന അപ്ഡേഷൻസ് എല്ലാം പൊള്ളയായിരുന്നു, കളവായിരുന്നു എന്നാണ് ഒരു കാർ വാഷ് സെൻറ്റർ നടത്തുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ശ്രീന മേഡമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ എല്ലാം ചെയ്യുന്നത് കമ്പനിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ CMB ഫയൽ ചെയ്യുന്നു, നമ്മൾ അതിനെ എതിർക്കുന്നു, അതിനെ എതിർക്കാൻ വേണ്ടി കലക്ടർ സമയം ചോദിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ കേൾക്കണമെങ്കിലും കാണണമെങ്കിലും നിങ്ങളൊക്കെ ഹൈറിച്ചിൻ്റെ ഗ്രൂപ്പുകളിൽ ഒരു മെമ്പറായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കറിയാം ഈ കേസ് കൈവിട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ. ലീഡർമാർക്കറിയാം, ശ്രീനാ പ്രതാപനറിയാം, ബാക്കി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് നമ്മൾ പറയാമല്ലോ, അത് നമ്മൾ പറഞ്ഞിട്ടാണ്, അത് നമുക്കറിയാം, നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ, ഒരു തരത്തിലുള്ള ആൾക്കാരെ വഞ്ചിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേസ് മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 6/1/2025 നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇൻഫർമേഷൻസ്. അപ്പോൾ ഇവർ നമ്മുടെ കമ്പനി ആമസോൺ പോലെ ഉള്ള ഒരു കമ്പനിയാണെന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ കമ്പനിയാണെന്നും മറ്റ് ബഹുരാഷ്ട്ര കുത്തകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനികൾക്ക് ഒക്കെ തന്നെ ഈ കമ്പനി വളർന്നു വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവുമെന്നും അതുകൊണ്ട് അവർ കോടിക്കണക്കിന് രൂപ ആൾക്കാർക്ക് കൊടുത്ത് ഈ കമ്പനിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവരിപ്പം കോടതിയിൽ വാദിക്കുന്നുണ്ടാവുക. ഇവരുടെ വാദം കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയുണ്ട്, എന്താണ് ഇവരുടെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ പുതുതായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഡെഡ് എന്ന് ലീഡർമാരും പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പോൾ ഇവർ കേസ് കൊടുക്കാൻ ചില ആൾക്കാർ പോകുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ്, പിന്നെ അടുത്ത പ്രസിഡന്റ്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മുഖ്യമന്ത്രി, പിന്നെ ഗവർണർ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കത്തെഴുതാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം, ഇവരുടെ പറയാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസ് തീർപ്പാക്കി നമുക്ക് പൂളിംഗം തരണമെന്നാണ് ഇവരൊക്കെ മാസ് പെറ്റീഷനാണ് അയക്കാൻ പോകുന്നത്. 10 ലക്ഷത്തിലധികം കത്തുകൾ കൊടുക്കുമെന്നാണ് അറിയുന്നത്. ബൈ.